ഉണ്ടാക്കണ്ടേ? നമുക്ക് എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നിശ്ചയില്ലാത്തവരവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞങ്ങൾ കേരളീയരാണെങ്കിൽ ഓണം ആഘോഷിക്കുന്ന മുസ്ലിമാണ്. അതായത് ഞങ്ങൾ മുസ്ലിമാണ്. ഞങ്ങൾ കേരളീയരാണെങ്കിൽ ഓണം ആഘോഷിക്കും. ഞങ്ങൾ മുസ്ലിമാണ് എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിക കാഴ്ചപ്പാട്, ഇപ്പോൾ ഒരു വ്യക്തി കേരളീയൻ ആണെങ്കിലും പഞ്ചാബി ആണെങ്കിലും മദ്രാസി ആണെങ്കിലും ഇനിയൊരു ബോംബെക്കാരനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെ സംസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ആ വ്യക്തി മുസ്ലിമാണോ ആ വ്യക്തിക്ക് ഇസ്ലാമിക നിയമമനുസരിച്ച് ഓണം ആഘോഷിക്കൽ നിഷിദ്ധമാണ്. അപ്പോൾ നിങ്ങളതിൽ ഏതിൽ പെടുമെന്നുള്ളത് നിങ്ങളുടെ വിശ്വാസം കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ എന്താ പേര്? ബഷീർ ബാഷിയോടല്ല വിഷയം പറയുന്നത്, നിങ്ങളോടല്ല നമ്മൾ ഈ വിഷയം പറയുന്നത്. നിങ്ങൾക്കതിൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ഓണം ആഘോഷിച്ചോളി, നിങ്ങൾ മോഡേൺ ആയിക്കോളി, നിങ്ങൾ സെക്യുലർ ആയിക്കോളി, ഈ ന്യൂ ജനറേഷൻ അടിച്ചുപൊളിയൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ആയിക്കോളി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് മുസ്ലിം ആകാൻ പറ്റില്ല. അതാണ്, അത് മതത്തിൻ്റെ നിയമമാണ്. നിയമങ്ങൾ പറയുന്നത് മതവിശ്വാസികളോടാണ്. അത് വിശ്വാസമല്ലാത്തവർക്ക് ആവാം, എന്തും ആവാം. ഇപ്പം എൻ്റെ സുഹൃത്തിന് ഓണം ആഘോഷിക്കാൻ രാജ്യത്ത് നിയമമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇസ്ലാമിൽ നിയമമില്ല. അപ്പോൾ അത് പറയുന്നത് മുസ്ലിങ്ങളോടാണ്. ഇപ്പോൾ ബഷീർ ബാസിയോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും വന്നിട്ട് ഒരു പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത്, ഉസ്താദുമാർ പറയുന്നത് മതവിശ്വാസികളോടാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളും പടച്ച റബ്ബിനെ ആരാധിച്ച് മുഹമ്മദ് നബിനെ അംഗീകരിച്ച് വിശ്വസിച്ച് അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും അനുസരിച്ച് ഒരു വഖത്ത് പോലും നമസ്കാരം ഖദാവാക്കാതെ നമസ്കരിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, ആ മുസ്ലിങ്ങളോടാണ് വിഷയം പറയുന്നത്. നിങ്ങൾക്ക് ഓണം ആഘോഷിക്കൽ നിഷിദ്ധമാണ്. ഏതു പ്രകാരം? ഇസ്ലാമിക നിയമപ്രകാരം. അപ്പോൾ വിശ്വാസികളോട് മതത്തിൻ്റെ നിയമം പറയുമ്പോൾ എൻ്റെ സുഹൃത്തിന് ഇവിടെ ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഓണം ആഘോഷിച്ചോളി, നിങ്ങൾ വിഷു ആഘോഷിച്ചോളി, എല്ലാം ആഘോഷിച്ചോളി, മോഡേൺ ആയിക്കോളി, ഒക്കെ ആയിക്കോളി. പക്ഷെ നിങ്ങൾക്ക് മുസ്ലിം ആകാൻ പറ്റില്ല. അത് മതത്തിൻ്റെ നിയമമാണ്, എൻ്റെ നിയമമല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്നോട് വീട്ടിൽ പോയിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു, പടച്ച റബ്ബിൻ്റെ ദീനി എന്നുള്ളത് അത് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ആരംഭിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പൂർത്തീകരിച്ച അള്ളാഹിൻ്റെ ദീന് അത് കേവലം എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഒതുങ്ങുന്നതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പറയും. അങ്ങനെയല്ല, ലോകത്ത് കോടാനുകോടി ഇസ്ലാം മത വിശ്വാസികൾ അതിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരോടാണ് പറയുന്നത് ഓണം ആഘോഷിക്കൽ നിഷിദ്ധമാണ്. അനുവദനീയമായിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിത് മുമ്പത്തെ വീഡിയോസിലും വീണ്ടും പറയുന്നുണ്ട്. ഓണാഘോഷം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനെന്ത് ചെയ്യുക? ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം, അതിനെ വീക്ഷിക്കാം. പക്ഷെ അതിനെ ആക്ഷേപിച്ചാൽ ആ വ്യക്തി മുസ്ലിമല്ല. അത് മതത്തിൻ്റെ നിയമമാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റു മതസ്ഥരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച ഇസ്ലാം ആ മതത്തിൻ്റെ ആചാരങ്ങളും അതിനൊക്കെ ബഹുമാനിക്കേണ്ടി വരും, ആക്ഷേപിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറയപ്പെടുമ്പോൾ അതിനെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ പാടുള്ളതല്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി മറ്റു മതസ്ഥരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അതിന് നേർവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ പിന്നെ ആ വ്യക്തി മുസ്ലിമല്ല. പിന്നെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ കമൻറ്റ് ഉണ്ട്, ഓണത്തിൻ്റെ കിറ്റ് സ്വീകരിക്കുക, ഓണത്തിൻ്റെ ലീവ് അല്ലേ അത് അംഗീകരിക്കുക, പിന്നെ ഓണത്തിൻ്റെ വേറെന്തോ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, ഹിന്ദു മതവിശ്വാസികളുണ്ട്, ഇസ്ലാം മതവിശ്വാസികളുണ്ട്, ക്രൈസ്തവ മതവിശ്വാസികളുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിന് ഈ മതങ്ങളെ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ഒരു മതത്തിൻ്റെ ഒരു വിശ്വാസപ്രകാരം നമ്മുടെ രാജ്യത്ത് നൽകുന്ന നിയമങ്ങൾ, ആനുകൂല്യങ്ങൾ അത് ഏതൊരു മതസ്ഥർക്കും എന്ത് ചെയ്യുക? സ്വീകരിക്കാം. ഓണത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നൽകുന്ന ആനുകൂല്യങ്ങൾ, ലീവ്, ബോണസ് കാര്യങ്ങൾ, ഇത് ഹൈന്ദവ മതവിശ്വാസികളുടെ ഔദാര്യമല്ല. നമ്മുടെ രാജ്യം ആ വിശ്വാസികളെ പരിഗണിച്ച് ആ രാജ്യം നൽകുന്ന ആനുകൂല്യങ്ങളാണ്. അതൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് ആനുകൂല്യങ്ങളൊക്കെ സ്വീകരിക്കാനും അവകാശമുണ്ട്.
അത് സ്വീകരിക്കാതിരിക്കാനും അവകാശമുണ്ട്. അപ്പോൾ യഥാർത്ഥ ഒരു മുസ്ലിമിന് ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഓണം? നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് കേരളീയ ഉത്സവമാണ്, മലയാളികളുടെ ഉത്സവമാണ്. എന്താണ് ഓണം എന്നുള്ളത് ഹൈന്ദവ മതത്തിൻ്റെ പണ്ഡിതൻ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നിശ്ചയില്ലാത്തവർ അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഭാഗവതത്തിൽ ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിൻ്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിൽ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്തം. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവ് കൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണുകൊണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണുകൊണ്ടാണ് പതിവ്. മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പൻ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കണം ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം. ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാര മൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും. ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും? ഈ ബലി മഹാരാജാവിനെ. കാരണം എന്താണെന്നറിയോ? ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം? ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു. നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയല്ല. അതുപോലെ ഈ വാമനാവതാര മൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിൻ്റെ പ്രത്യേകത. ഈ വിശദീകരണം തെറ്റാണ്. അത് ഹൈന്ദവ മതവിശ്വാസികളുടെ വിശ്വാസമല്ല. നിങ്ങൾ പറയുന്ന രൂപത്തിലാണ് എന്ന് നിങ്ങൾ തെളിവുകൊണ്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ഒരുമിച്ച് പൂക്കളിടാം, ഒരുമിച്ചിട്ട് എന്ത് ചെയ്യുക? ആഘോഷിക്കുക, ഒക്കെ ചെയ്യാം. ഒരു കുഴപ്പമില്ല.